ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഇൻവെർട്ടർ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നശിച്ചു പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം 4 ബാറ്ററി വരുന്ന 12 വോൾട്ടിൻ്റെ 4 ബാറ്ററി വരുന്ന നല്ല സോളാർ 2.5 കിലോ വാട്ട് ഓഫ് ഗ്രിഡ് അത് അത്യാവശ്യം AC കാര്യങ്ങൾ വരെ ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഇൻവെർട്ടർ സിസ്റ്റമാണ്. നമ്മളിത് ബാറ്ററിയുടെ വെള്ളം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നതിന് ശേഷം നശിച്ചു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പാനലിൽ നിന്നും സോളാർ പാനലാണ് വർക്ക് ചെയ്യുന്ന, സോളാർ പാനലിൽ നിന്ന് 2.5 കിലോ വാട്ട് തന്നെ ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെർട്ടറായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഓരോ ബാറ്ററിയും 5 വർഷം വാറൻറ്റി ഓൾറെഡി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫിസിക്കൽ ഡാമേജിന് നമുക്ക് വാറൻറ്റി കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ബാറ്ററിയുടെ ഓരോ അവസ്ഥ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതായത് ബാറ്ററിയുടെ ടെർമിനൽ, അതായത് അതിൻ്റെ നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ, അതായത് ബാറ്ററി വാട്ടർ അറിയുന്ന ലെവലിൻ്റെ പറയുന്ന നോസിൽ പോലും ജസ്റ്റ് ഒടിഞ്ഞു പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ബാറ്ററിയുടെ വാട്ടർ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാറ്ററിയിൽ നിന്നാണ് ഫുൾ ലോഡ് ചെയ്യുന്നതുകൊണ്ട് ബാറ്ററിയുടെ ആയുസിന് മുന്നായിട്ട് ആ ബാറ്ററികളെല്ലാം കംപ്ലൈൻ്റ് ആയി പോകും. അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. ഏകദേശം 16,000-17,000 രൂപ ഓരോ ബാറ്ററിക്കും വില വരുന്നതാണ്. അപ്പോൾ ഓരോ ബാറ്ററിയിൽ 6 സെല്ലുകൾ നമ്മൾ കണ്ടു. ഈ 6 സെല്ലിലും ബാറ്ററി വാട്ടർ ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കണം. എന്നും തന്നെ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഫില്ല് നോക്കണം, കറക്റ്റ് ചെയ്ത്. എന്തെങ്കിലും അളവ് വ്യത്യാസങ്ങൾ, അതായത് അതിൻ്റെ മുകളിൽ കാണുന്ന ലെഡ് ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് ഈ ക്യാപ്പ് അഴിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും ലെഡിൻ്റെ മുകളിലായിട്ട് വെള്ളം, അതിൽ ബാറ്ററി വാട്ടർ നിൽക്കുന്ന രീതിയിലായിരിക്കണം അത് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളം കാര്യങ്ങൾ, അത് ബാറ്ററി വാട്ടർ കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സെല്ലുകളും, അതായത് ഓരോ സെല്ലുകളും നമ്മൾ ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന സെല്ലുകൾ ദ്രവിച്ച് അതായത് പൊടിഞ്ഞു പോകാണ്ട്, അതായത് കറക്റ്റായിട്ട് ബാറ്ററി വാട്ടർ ഇല്ലെങ്കിൽ ഈ ബാറ്ററി വാട്ടറിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചാർജിങ് കൊടുക്കുന്ന സമയത്ത് ഫുൾ ബാറ്ററി ചാർജ് ആയ സമയത്ത് ഈ പറയുന്ന ലെഡുകൾ ഓരോ ഷെല്ലും ചൂടായി അതിൻ്റെ ലെഡ് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല, കാരണം അത് നശിച്ചു പോയിട്ടുണ്ടാവും, ഓരോ സെല്ലും നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ സെല്ലുകൾ നശിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ ബാറ്ററി വാട്ടർ ഉണ്ടായിരിക്കണം. ബാറ്ററി വാട്ടറാണ് നമ്മൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടെർമിനൽ കണ്ടോ, ഈ ടെർമിനലുകളുടെ എല്ലാത്തിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ടെർമിനലുകളെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ വാക്സ് ഇട്ട് ആ ടെർമിനലിലേക്ക് നമ്മൾ വയർ കണക്ഷൻ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ലെഡ് ആയതുകൊണ്ട് ക്ലാവ് കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാനുള്ള അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ ടെർമിനലിൽ നമ്മൾ വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് പെട്രോളിയം ജെല്ലി ഉണ്ടാവും. പെട്രോളിയം ജെല്ലി ഇട്ടിട്ട് വേണം ഓരോ ടെർമിനലും നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല, കുറേ നാളുകൾ പെട്രോളിയം ജെല്ലി നമ്മൾ ഉപയോഗിക്കാതെയാണ് ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഇതുപോലെ തന്നെ ക്ലാവ് പിടിച്ച് കോൺടാക്ട്സ് കറക്റ്റായിട്ട് കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ വരുന്ന സമയത്ത് സ്പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റ് പ്രോപ്പറായിട്ട് ബാറ്ററി ചാർജ് ആവാനുള്ള കറക്റ്റ് അവസരങ്ങളാണ് നമ്മൾ ഒഴിവായി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ബാറ്ററി ലൈഫ് നല്ല രീതിയിൽ നമുക്ക് കൂട്ടി വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ വരുന്നത്. 5 വർഷം വാറൻറ്റി കാര്യങ്ങൾ കമ്പനി തരുന്നുണ്ടെങ്കിൽ പോലും ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും തൊട്ട് തന്നെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് അവസാനിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല, സോളാറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചാർജിങ് അതിനെക്കുറിച്ച് ആംബിയർ ഹൈ ആവാനും പാടില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. കാരണം ബാറ്ററി നമ്മൾ ഹൈ ആംബിയറിൽ ഓവറായിട്ട് ചാർജ് ചെയ്താലും ഈ പറയുന്ന പ്രശ്നങ്ങൾ, ബാറ്ററി അതിൻ്റെ അകത്ത് വരുന്ന സെല്ലുകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ എത്ര ആംബിയർ ആയിരിക്കണം നമ്മൾ ചാർജിങ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് മാക്സിമം ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.